ആ ഞാനും കാണും ഒന്ന് കൈയ്യടിക്കണ്ട അത് കണ്ടോട്ടെ. ആ ആയിക്കോട്ടെ. ആ ഇല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളൊരു പണി നിങ്ങളെ റോൾസ് റോയ്സ് നമ്മളങ്ങനെ കൊടുത്താൽ ഒരിക്കലും റോഡ് പറ്റും. ആയിക്കോട്ടെ. നിങ്ങൾക്ക് മനസ്സിലായില്ല? പഠിച്ചോനെ എത്ര കാലം ഇതാണ് കൊടുക്കട്ടെ. എന്റെ കുടുംബക്കാരോടൊക്കെ കുറേ കാലം ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അറിയില്ലല്ലേ? ലുലു കോഴിക്കോട് തുറക്കുമ്പോ നമ്മുടെ യൂസുഫാക്ക് എന്നെ കാണാൻ വരുന്നുണ്ട്. ഒരു കുട്ടി വിശ്വസിച്ചത് അങ്ങനെ അമ്മോശല്ലേ, അമ്മോശോട് കുറേ കാലം ഞാൻ പറഞ്ഞു മൂപ്പറിന്റെ കളിയാക്കും. എന്റെ മോനോട് പറഞ്ഞപ്പോഴോ അതും കളിയാക്കും. എന്റെ മക്കളും കുട്ടികളും ഒക്കെ അങ്ങനെ നേരെ ഓരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ തല്ലല്ല എന്റെ ജീവിതത്തിൽ ഒരു പൊള്ളു പറയാത്ത മനസ്സിലായി ഞാൻ. അതായത് പഠിച്ചോനെ ഇങ്ങനൊക്കെ പറഞ്ഞു. 85 കാലത്ത് ഞാൻ ദുബായിലാവുമ്പോഴേ നമ്മളെ യൂസുഫാക്കും ഞാനും സഹമൂല്യന്മാരായിരുന്നു. അപ്പോ ഞാനിങ്ങനെ മൂപ്പർക്ക് കടണ്ട്, എനിക്ക് പണിയുണ്ട്. കടയിൽ വലിയ കച്ചവടമൊന്നുമില്ല, ചെറിയ എന്തൊക്കെ അറ്റിലോട്ട് കച്ചവടമാണ്. അപ്പോ മൂപ്പരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടിക്കാൻ ഞാനിങ്ങനെ നല്ല പണിയൊക്കെ ആയിട്ട് കുത്തിട്ടുമ്പോ എന്റെ പെണ്ണുങ്ങള് എന്തെങ്കിലും ഓർത്തേക്കും മൂപ്പർക്കിങ്ങനെ കോറിക്കാൻ കൊടുക്കും. ഭയങ്കര സന്തോഷമാണ്. നാസറ ഞങ്ങള് കടയിലേക്കൊക്കെ പോരി തന്നെ. ഞാൻ പോവില്ല, നമ്മളാ പരിപാടി ഒന്നും പോയി. തല്ലല്ലേ ഫുള്ള് പറയാത്ത മനസ്സിലാണ്. ആരെ ഹെറ്റ് ചെയ്ത നാസറിനോടാണ് പൊള്ളാന്ന് പറഞ്ഞത്. പൊള്ളല്ലോ, ഇങ്ങനെ വിശ്വസിക്കണം, പൊള്ളല്ല. അങ്ങനെ എന്റെ പെണ്ണുങ്ങൾ ഇടക്കിടക്ക് ചാള പൊരിച്ചു കൊണ്ടുകൊടുക്കും. ചാള ഭയങ്കര ഇഷ്ട. ചാള ഇടക്കിടക്ക് പത്തഞ്ച് പണി കഴിഞ്ഞാൽ ചായ പിടിക്കാൻ എവിടെ നാസറെ ചാള കൊണ്ടുവന്ന എന്റെ പെണ്ണുങ്ങളെ സുലു ഓടെ പേര് പറയാനാണ്. പണ്ട് സുലൂതി നിങ്ങൾക്ക് അറിയില്ല കേട്ടോ, അത് മോശമായിട്ട്. അപ്പൊ അല്ല കാരണത്തിയെ ഈ പറഞ്ഞത് വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഐശ്വര്യല്ലേ യൂസുഫാക്കന്റെ ചങ്ങായിയാണ് ഞാനെന്ന് പറയുമ്പോ അല്ലേ? നിങ്ങൾക്ക് ബന്ധമാണ്. യൂസുഫാക്കന്റെ മോളെ കല്യാണം കഴിപ്പിക്കണം. ഇങ്ങനെ പെരുങ്കളം കുടുംബത്തിൽ നടക്കും. ഞാൻ വിചാരിച്ചാലേ എന്റെ ഒപ്പം നിൽക്കി അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ ഞാൻ പറയേണ്ട കാര്യം എന്ന് പറയാൻ സമ്മതിച്ചൂടെ? എന്റെ അമ്മ ഒന്ന് നിർത്തി മൂട്ടാതാ, നിർത്തി. ഞാൻ ഇപ്പൊ പറയാൻ ഉള്ളതായില്ലേ അങ്ങനെ സൂല് കൊടുത്തേക്കുന്നു. ചാളവത്തിക്കാൻ ചാവട്ടെ. മൂപ്പര് പിന്നെ ഇങ്ങനെ കടക്കെ തുടങ്ങിയപ്പോ മൂപ്പര് പിടിച്ചിട്ട് സുലു എന്നുള്ള ലുലു കണ്ടിട്ട് അങ്ങനെയാണ് ഈ ലുലു വന്നത്. എന്തോ ഭാഗത്തിന് സുലു എന്നിട്ടില്ല. അല്ലെ ഓളിപ്പം എന്റെ നിങ്ങളെ വരാവില്ലത്. അങ്ങനെ ലുലു വളർന്ന് ഇപ്പൊ കോഴിക്കോട് ഉദ്ഘാടനം എന്നോട് കുറേ ദിവസമായി നാസറ എങ്ങനെ വരണം. നാസറ എന്തിനറിയോ അന്ന് 16 ദർഹന്റെ കടം വാങ്ങിച്ചു. സത്യാണ് എന്തിനാണ്? സത്യാന്ന് കരുതിയോ? അവിടെ തന്നെ ഓടി ആ സത്യം. എന്റെ തൊണ്ട വശമുണ്ട്. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം? അങ്ങനെ 14 ദർഹം വാങ്ങിച്ച മൂപ്പരിപ്പം 1 ലക്ഷം ദർഹത്തിന് ചെക്ക് ആയിട്ട് കോഴിക്കോട്ട് വന്നിട്ട് എന്നിട്ട് ഹെലികോപ്റ്റർ ഞാൻ ഇറക്കട്ടെ മാവൂർ ഗോൾഡിനൻസിനെ ചോദിച്ചിട്ട് അതാണ് ഇപ്പൊ ഇങ്ങനെ കണ്ട് മേലോട്ട് നോക്കിയാൽ കാണാൻ വെറുതെ അങ്ങനെ പറയാം. പിന്നെ വേറെ ഉണ്ട്, മൂപ്പർക്ക് പണ്ടത്തെ പൈസ കൊടുത്ത സന്തോഷത്തിൽ മൂപ്പനോട് കുറെ ആയി പറഞ്ഞു നിങ്ങളെ കുടുംബത്തിൽ നല്ലൊരു പുയാപ്പണ്ണ കിട്ടും. മൂപ്പർ പെൺകുട്ടികൾ നല്ലൊരു പുയാപ്പണ്ണ കിട്ടും പറ്റെങ്കിൽ ആരെയും പറഞ്ഞു നമുക്കൊന്ന് ഏർപ്പാടാക്കാം. എന്തേ നിങ്ങളെ പുയാപ്പണ ഈ നാസർ ചെപ്പട്ടിനെ നിങ്ങളെ കോഴിമ്പളത്തിൽ കിട്ടിയ പൊന്നാന്ന് കരുതിക്കോളി. മനസ്സിലായില്ലേ? നിർത്താൻ